أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم ربنا وجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم صدق الله العلي العظيم. ആദരണീയരായ സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും സർവാധിനാഥനായ പ്രപഞ്ച സൃഷ്ടാവായ തമ്പുരാന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ആളും ബഹളവുമില്ലാത്ത തിരക്കൊഴിഞ്ഞ ഒരു ഹജ്ജ് കാലത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ഖുതുബയിൽ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്ന ഏറ്റവും വലിയ ആഗ്രഹം മനസ്സുകൾ കൊണ്ട് ഇഹ്റാമിൽ പ്രവേശിക്കുകയും മനസ്സുകളിൽ തൽബിയത്ത് മുഴക്കുകയും ചെയ്യേണ്ടുന്ന അവസരമാണ്. കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതിൻ്റെ ഒരു തുടർച്ചയെന്നോണം മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും ഹാജറിൻ്റെയും ഒക്കെ ചരിത്രം അയവിറക്കിക്കൊണ്ടും ആവർത്തിച്ചുകൊണ്ടുമാണ് ഓരോ ഹജ്ജ് കാലവും നമ്മിലൂടെ കടന്നു പോവുക. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം നാം ഉമ്മത്തു മുസ്ലിമ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഉമ്മത്തു മുഹമ്മദ് എന്ന പേരിൽ അറിയപ്പെടുന്ന സമുദായമാണ്. എന്താണ് നമ്മുടെ പേര് എന്ന് ചോദിച്ചാൽ ഉമ്മത്തു മുഹമ്മദ് എന്ന് നാം പറയും. മുസ്ലിം സമുദായം വ്യക്തവും ശക്തവുമായ ഒരു ആദർശത്തിന്റെ മേൽ കെട്ടിപ്പടുക്കപ്പെട്ട, നിർമ്മിച്ചെടുക്കപ്പെട്ട ഒരു സമുദായമാണ്. ഉമ്മത്ത് മുഹമ്മദ് എന്ന പേരിൽ അറിയപ്പെടുമ്പോഴും അവർ നിർമ്മിച്ചെടുക്കപ്പെട്ടിട്ടുള്ള ആ സുഭദ്രമായ കോട്ടയുടെ ചേരുവകൾ മില്ലത്തു ഇബ്രാഹിം എന്നുകൂടി പേര് വിളിക്കപ്പെടും. അഥവാ ഒരു തലവാചകം ഞാനും നിങ്ങളും അടങ്ങുന്ന മുഴുവൻ മുസ്ലിം സമൂഹത്തെയും ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞാൽ ഇവർ ഉമ്മത്ത് മുസ്ലിമയാണ്, ഉമ്മത്ത് മുഹമ്മദാണ്, ഇവർ മില്ലത്ത് ഇബ്രാഹിമാണ്. അഥവാ രണ്ട് ഭാഗങ്ങൾ കൂടിച്ചേരുമ്പോൾ മാത്രം പൂർത്തിയാകുന്ന, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചതുപോലെ മില്ലത്ത് അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിമിന്റെ മാർഗമാണ്. ആ നിങ്ങളുടെ പിതാവായ ഇബ്രാഹിമിന്റെ മാർഗത്തിലൂടെ വളർന്ന് വികാസം പ്രാപിച്ച് പൂർണ്ണതയെത്തിയ ഒരു സംഗതി പൂർണ്ണതയെത്തിക്കഴിഞ്ഞാൽ പിന്നീട് അതിന് വളർച്ചയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വിദായിലെ ഖുത്ബയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അറഫ പ്രഭാഷണവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. അതിനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിലയിരുത്തുന്നത് ഇങ്ങനെയാണ്: പൂർണ്ണതയെത്തിയാൽ പിന്നെ വളർച്ചയല്ല, പിന്നെ അതിൽ കുറവ് സംഭവിക്കുകയാണ് ചെയ്യുക. പൂർണ്ണതയിൽ നിന്ന് പിന്നെ മേൽപോട്ട് പോകാനില്ല.
അഥവാ ഞാൻ പറഞ്ഞു വന്നത്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു ജീവിതചര്യ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഒരു നമ്പർ 1 മുസ്ലിം ആയിരുന്നു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ മുസ്ലിമിന്റെ മാതൃകയായി വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ ഖുതുബയിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ അടിമ എന്ന തലത്തിൽ നിന്ന് അള്ളാഹുവിന്റെ അതിഥിയായി മാറുന്നു എന്നും, അള്ളാഹുവിന്റെ അതിഥിയായ മനുഷ്യൻ അള്ളാഹുവിന്റെ കൂട്ടുകാരനായി മാറുകയും ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു വച്ചത്. അഥവാ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കുറേയധികം ചിന്താവിധേയമാക്കേണ്ട പാഠഭാഗങ്ങളുണ്ട്. നമ്മൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികളാണ് എങ്കിൽ, അങ്ങനെ പേര് വിളിക്കപ്പെടാൻ നമ്മൾ അർഹരാണ് എങ്കിൽ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതം എവിടെ നിൽക്കുന്നു? എന്റെയും നിങ്ങളുടെയും ജീവിതം എവിടെ നിൽക്കുന്നു? അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ് എന്ന് നാം നമ്മെ കുറിച്ച് പറയുമ്പോൾ, അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണ്? നമ്മുടെ ജീവിതത്തിൽ ആ ചര്യകൾ ആവേശപൂർവ്വം പറയുകയും കേൾക്കുകയും ചെയ്യുക എന്നതിനപ്പുറം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം അതിന് പ്രസക്തിയുണ്ട്, എത്രത്തോളം നാം അതിന് പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. ഇത് ഹജ്ജ് സന്ദർഭത്തിലൂടെ കടന്നു പോകുന്ന, അല്ലെങ്കിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഒക്കെ അനുസ്മരിച്ചുകൊണ്ട് ബലിപെരുന്നാളിന്റെ ആഘോഷവേളകളിലേക്ക് പ്രവേശിക്കുന്ന സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചോദ്യം ചെയ്യലിന്റെ വേളയുമാണ്. നമുക്കറിയാം, ഈ ഉമ്മത്ത് മുസ്ലിമയെ, അല്ലെങ്കിൽ ഈ മില്ലത്ത് ഇബ്രാഹിമിനെ ലോകം വല്ലാതെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ലോകത്തിന്റെ മുമ്പിൽ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ച് ഇവർ അപരിഷ്കൃതരാണ്. 3 ഘട്ടങ്ങളുണ്ട്. അത് നമ്മുടെ നാട്ടിലൊക്കെ ഇറങ്ങിയ മുഴുവൻ ഇസ്ലാം വിരുദ്ധ കാഴ്ചപ്പാടുകൾ പങ്കുവെക്കുന്ന സിനിമകൾ പരിശോധിച്ചു നോക്കിയാൽ, വിശേഷിച്ച് ഹോളിവുഡ് സിനിമകളൊക്കെ പരിശോധിച്ചു നോക്കിയാൽ 3 കാര്യങ്ങൾ ഇസ്ലാമിക സമൂഹത്തെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ചരിത്രത്തെ മാറ്റിവെച്ചുകൊണ്ട്, വസ്തുതകളെ മാറ്റിവെച്ചുകൊണ്ട്. ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തിറങ്ങിയ മാലിക് എന്ന് പറയുന്ന ഒരു സിനിമയുമുണ്ട്. അതും അതിന്റെ ഒരു ഭാഗമാണ്. അതിനെക്കുറിച്ച് ചില വിലയിരുത്തലുകൾ വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഭീമാപ്പള്ളി വെടിവെപ്പുമായി നടന്ന വസ്തുതകൾക്ക് നിരക്കാത്ത വിധം ചില അപരവൽക്കരണങ്ങൾ ഇസ്ലാമിക സമൂഹത്തെ അതിൽ നിർവഹിച്ചിട്ടുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു വലിയ തെറ്റിദ്ധരിപ്പിക്കൽ. ഉമ്മത്ത് മുസ്ലിം, മില്ലത്ത് ഇബ്രാഹിം. എത്ര മനോഹരമാണ് ആ പദങ്ങൾ, എത്ര സുന്ദരമാണ് ആ വിശേഷണങ്ങൾ. പക്ഷെ ആ സമൂഹത്തെ 3 രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചു. ഒന്നാമത്, ഇവർ അപരിഷ്കൃതരാണ്. ഇവർക്ക് പരിഷ്കാരങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കാനേ കഴിയൂ. ഇവർക്ക് കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ കഴിയില്ല. ഇവർ ഓരോ കാലത്തെയും പുരോഗതികളോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ വികസനങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹമാണ് മുസ്ലിം സമുദായം. അപരിഷ്കൃതരാണ്. രണ്ടാമത്തേത്, മുസ്ലിം സമുദായം യുദ്ധക്കൊതിയന്മാരാണ്. അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു വയലൻസിനോടുള്ള താല്പര്യമുണ്ട്. അവർക്ക് അക്രമങ്ങളോട് വലിയ താല്പര്യമാണ്. ഇങ്ങനെ യുദ്ധക്കൊതിയന്മാരാണ് എന്ന് വരുത്തി തീർന്നു. മൂന്നാമത്തേത്, കൂടുതലുള്ള അമിതമായ ലൈംഗിക ആസക്തിയുള്ളവരാണ്. മുസ്ലിം സമൂഹത്തെക്കുറിച്ച് അമിത ലൈംഗിക താല്പര്യമുള്ള, ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ മാത്രമേ അവരുടെ ലൈംഗിക താല്പര്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ കഴിയൂ എന്ന അർത്ഥത്തിൽ, അതെന്തോ ഒരു വലിയ നിർബന്ധ ബുദ്ധിയ, അങ്ങനെയാണ് എന്ന അർത്ഥത്തിലൊക്കെ വിലയിരുത്തപ്പെടും. ഞാൻ പറഞ്ഞു വന്നത്, ഇതൊരു വലിയ തെറ്റിദ്ധരിപ്പിക്കലാണ്. അതിന്റെ വിശദാംശങ്ങളെ കുറിച്ചല്ല, നേരെ മറിച്ച് ആ വിശദാംശങ്ങൾക്കപ്പുറം ഉമ്മത്ത് മുസ്ലിമ എന്ന് പറയുന്ന സുന്ദരമായ ഒരു ചിത്രത്തെ എത്രമാത്രം വികൃതമാക്കാൻ കഴിയുന്നു എന്നിടത്താണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം 4000 വർഷങ്ങൾക്ക് മുൻപ് പരിശുദ്ധ കഅബാലയം പടുത്തുയർത്തിയതിനു ശേഷം നടത്തുന്ന ഒരു പ്രഖ്യാപനമാണ് സൂറത്തുൽ ബഖറയിലൂടെ ഞാൻ പറഞ്ഞു വച്ചത്. വൈദ് ഖാല ഇബ്രാഹിം വൈദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്ത്. പരിശുദ്ധ കഅബാലയത്തിന്റെ അടിത്തറയിൽ നിന്ന് ആ കഅബാലയം പടുത്തുയർത്തിയതിനു ശേഷം, ആ പടുത്തുയർത്തലിന് ശേഷം ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ചേർത്തുകൊണ്ട് റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം, ഞങ്ങളുടെ നാഥ ഇത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം.
ഭൗതികമായി നാം ചിന്തിച്ചു നോക്കിയാൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ്. ഭൂമിയിലെ ഏകദൈവാരാധനയുടെ കേന്ദ്രം പടുത്തുയർത്തിയിരിക്കുകയാണ്. ആ ഏകദൈവാരാധനയുടെ കേന്ദ്രം പടുത്തുയർത്തി അതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷം തന്റെ മകനെയും കൈപിടിച്ചുകൊണ്ട് ആ കഅബയുടെ നാഥനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പറയുകയാണ്, പടച്ചവനെ, ഇത് നീ സ്വീകരിക്കണം. നമസ്കാരം കഴിഞ്ഞിട്ടൊക്കെ ഉടനെ എഴുന്നേറ്റ് പോകുന്ന നമ്മുടെ ഒരു സ്വഭാവമുണ്ടല്ലോ, അല്ലെങ്കിൽ നന്മകളൊക്കെ നിർവഹിച്ചിട്ട് വെറുതെ പിന്തിരിഞ്ഞു പോകുന്ന ഒരു സ്വഭാവമുണ്ടല്ലോ. ഏത് നന്മ നിർവഹിച്ചാലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്നാണ്. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണം. പ്രാർത്ഥിക്കുന്നവരെയാണ് അള്ളാഹുവിന് ഇഷ്ടം. അത് മറ്റൊരു വിഷയമാണ്, ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അതിനുശേഷം പറയുന്നത്, റബ്ബന വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുരിയത്തിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക. പടച്ചവനെ, എന്നെയും എന്റെ മകനെയും, അവിടെ അവര് രണ്ടുപേരാണ് സന്നിഹിതരായിട്ടുള്ളത്, ഞങ്ങളെ രണ്ടുപേരെയും നീ മുസ്ലിങ്ങളാക്കി മാറ്റണം. മാത്രമല്ല വമിൻ ദുരിയത്തിന, ഞങ്ങളിൽ നിന്നുണ്ടാകാൻ പോകുന്ന സന്താന പരമ്പരകളെ മുഴുവനും മുസ്ലിങ്ങളാക്കി മാറ്റണം. ഞങ്ങളെയും ഞങ്ങളുടെ സന്താന പരമ്പരകളെയും മുസ്ലിങ്ങളാക്കി മാറ്റണം. വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ഞങ്ങൾക്ക് ആരാധനാ കർമ്മങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണം. ഞങ്ങളിൽ നിന്ന് സംഭവിച്ചേക്കാവുന്ന വീഴ്ചകൾ ഞങ്ങൾക്ക് പുറത്തു തരണം. ഞങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കണം. നീ എല്ലാ പശ്ചാത്താപവും സ്വീകരിക്കുന്ന കരുണാപരിധിയാണ്. അതിനുശേഷം ഒരു അപേക്ഷ കൂടി സമർപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ പ്രാർത്ഥന കൊണ്ട് ചേർത്ത് വെച്ചതിന് ശേഷം ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്ന ഒരു ചോദ്യം, റബ്ബന വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക്. ഞങ്ങളുടെ നാഥ, അവരിലേക്ക് ഒരു പ്രവാചകനെ നിയോഗിക്കണം. മക്ക എന്നത് കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പേരുകളിലൂടെ പരിചയപ്പെടുത്തപ്പെട്ട ജന ഫലശൂന്യമായ ഒരു മണ്ണാണ്. മൊട്ടക്കുന്നുകൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭൂമിയാണ്. പക്ഷെ ആ ഭൂമിയിലേക്ക് നോക്കിയിട്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്ന ചോദ്യം, അല്ലാഹുവേ, ഈ മണ്ണിലേക്ക് ഒരു പ്രവാചകനെ നിയോഗിക്കണം. റബ്ബന വബ്ഗസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വയുസക്കീഹിം. അവരെ വേദഗ്രന്ഥം പഠിപ്പിക്കാൻ കഴിയുന്ന, അവരെ തത്വജ്ഞാനം പഠിപ്പിക്കാൻ കഴിയുന്ന, അവരെ സംസ്കരിച്ചെടുക്കാൻ കഴിയുന്ന ഒരു പ്രവാചകനെ അവരിലേക്ക് നിയോഗിക്കണം. ആ പ്രാർത്ഥനയുടെ അനന്തരഫലം 2500 വർഷങ്ങൾക്ക് ശേഷം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സാക്ഷാത്കരിക്കുന്നുണ്ട്. അഥവാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയുടെ അനന്തര ഫലമാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനം. ഇനി അങ്ങോട്ട് നമ്മൾ ആലോചിച്ച് നോക്കുക, അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവാചകനായി നിയോഗിക്കപ്പെട്ടു, മക്കയിൽ ജീവിച്ചു. മക്കയിലെ ജനങ്ങൾക്കിടയിൽ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പ്രബോധനം നടത്തി. മക്കയും വിട്ട് മക്കയുടെ പരിസര പ്രദേശങ്ങളും മദീനയും യസ്രിബും ഒക്കെ സഞ്ചരിച്ചു. അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ചിടത്തോളം ഒരു നൂറ്റാണ്ടിന്റെ 4/1 കാലം, അഥവാ 23 വർഷം കൊണ്ട് ഭൂമിയുടെ 1/3 ഭാഗത്ത് അള്ളാഹുവിന്റെ ദീനിന്റെ വെളിച്ചം എത്തിക്കാൻ കഴിഞ്ഞു റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നൂറ്റാണ്ടിന്റെ 4/1 കൊണ്ട് ഭൂമിയുടെ 1/3 ഭാഗം ഇസ്ലാമിന്റെ വെളിച്ചം എത്തിക്കാൻ കഴിഞ്ഞു. ആ ഇസ്ലാമിന്റെ ഒരു പൂർത്തീകരണമുണ്ട്. ആ പൂർത്തീകരണത്തിന്റെ പ്രഖ്യാപനം നടക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയ്ക്ക് ശേഷം 10ാം വർഷം ദുൽഹജ്ജ് മാസം 9ാം തീയതിയാണ്. ഹജ്ജത്തുൽ വിദാ എന്ന് നമ്മൾ അതിന് പേര് പറയും. അവിടെയാണ് മില്ലത്ത് ഇബ്രാഹിം ഉമ്മത്ത് മുഹമ്മദിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നത്. ആ ഒരു പൂർത്തീകരണത്തിന് ഒരു വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അറഫ മൈതാനിയിൽ ദുൽഹജ്ജ് 9-ന് ഹജ്ജത്തുൽ വിദാ അല്ലെങ്കിൽ വിടവാങ്ങൽ ഹജ്ജ് എന്ന ചരിത്രം പേര് വിളിച്ച ഹജ്ജ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില വ്യക്തമായ നിർദ്ദേശങ്ങൾ സഹാബാക്കളുടെ മുമ്പിലേക്ക് പങ്കുവച്ചു. ഏതാണ്ട് 1,00,000-ലധികം ആളുകൾ. അതിന്റെയും 1 വർഷം മുൻപ് അടുത്ത വർഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് വരും എന്ന പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ആ പ്രഖ്യാപനത്തിന്റെ ഫലമായി വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ ഹജ്ജിന് വേണ്ടിയിട്ട് തടിച്ചുകൂടി. പരിശുദ്ധ ഹജ്ജ് കർമ്മം പലപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആളുകൾ പോയി കഴിഞ്ഞാൽ
45 ദിവസം കഴിഞ്ഞൊക്കെയാണ് മടങ്ങി വരിക. ഇപ്പോൾ അങ്ങനെയാണ്, 40 ദിവസം 45 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് മടങ്ങി വരിക. മുൻപ് അങ്ങനെയുമല്ല. മുൻപ് ഹജ്ജിന് പോകാൻ തീരുമാനിച്ച പലർക്കും അനുഭവം ഉണ്ടാകും. നമ്മുടെ മുന്നിലിരിക്കുന്ന ആളുകളിൽ ഹജ്ജിന് പോകാൻ നിയ്യത്ത് വെച്ച ആളുകൾ ചെറിയ പെരുന്നാളിന്റെ നമസ്കാരം കഴിഞ്ഞ് പള്ളികളിൽ നിന്ന് അല്ലെങ്കിൽ ഈദ്ഗാഹുകളിൽ നിന്ന് വീട്ടിൽ വന്ന് യാത്ര പറഞ്ഞ് ഒരു പെട്ടിയും തൂക്കി അവർ പോകും. ഹജ്ജിന് പോവുകയാണ്. ചെറിയ പെരുന്നാൾ കഴിഞ്ഞ അന്ന് അവർ പുറപ്പെടും. പിന്നെ അവർക്ക് പോകാനുള്ളത് ബോംബെ വഴിയും മറ്റ് പല സ്ഥലങ്ങളിലൂടെയും കപ്പലിലും അല്ലാതെയും നടന്നും ഒക്കെ യാത്ര ചെയ്യാനുണ്ട്. ഹജ്ജ് കഴിഞ്ഞവർ മടങ്ങി വന്നാൽ വന്നു, ഇല്ലെങ്കിൽ ഇല്ല. ആ യാത്രയെക്കുറിച്ചും അവരുടെ അനുഭവങ്ങളെക്കുറിച്ചും അവർ മടങ്ങി വന്ന് പറഞ്ഞാൽ അത് മനസ്സിലാകുമെന്നല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് അങ്ങനെയല്ല. ഇന്നേതാണ്ട് 40 ദിവസം. പക്ഷെ ആ 40 ദിവസം, ചിലരൊക്കെ 20 ദിവസം, അത്രയും ദിവസമൊന്നും നീണ്ടു നിൽക്കുന്ന കർമ്മമല്ല ഹജ്ജ്. ഹജ്ജ് എന്ന് പറയുന്നത് കേവലം 6 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ദുൽഹജ്ജ് 8-ാം തീയതി ആരംഭിച്ച് ദുൽഹജ്ജ് 12-നോ 13-നോ ജംറകളിൽ കല്ലെറിഞ്ഞ് അവസാനിപ്പിക്കുന്ന കർമ്മമാണ്. അത്രയും ദിവസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ലളിതമായ, അല്ലെങ്കിൽ അതുവരെ യാതൊരു നിലക്കും ജീവിതത്തിൽ പകർത്തിയിട്ടില്ലാത്ത ചില രൂപങ്ങളും ഭാവങ്ങളും ചര്യകളും ഏറ്റെടുത്തുകൊണ്ട് നിർവഹിക്കുന്ന, ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നിർവഹിക്കാനുള്ള കർമ്മമാണ്. വിശുദ്ധ റമദാനിലെ വ്രതാനുഷ്ഠാനം പോലെ എല്ലാ വർഷവും വേണ്ടതില്ല. 5 നേരത്തെ നമസ്കാരം പോലെ എല്ലാ ദിവസവും വേണ്ടതില്ല. ജീവിതത്തിൽ ഒരു ആയുഷ് കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ ഒരിക്കൽ മാത്രം നിർവഹിക്കാനുള്ളത്. ആ നിർവഹിക്കുന്നിടത്ത് ഈ മനുഷ്യനെ അള്ളാഹു മാറ്റിയെടുക്കുന്ന ചില രംഗങ്ങളുണ്ട്. അവൻ ഇഹ്റാമിൽ പ്രവേശിക്കുന്നതോടുകൂടി ആരംഭിക്കും. ഒരുപാട് ബാങ്ക് ബാലൻസും ഒരുപാട് അധികാരങ്ങളും സമ്പത്തും ബന്ധുബലവും എല്ലാം ഉള്ള മനുഷ്യനായിരിക്കും. പക്ഷേ അള്ളാഹുവിന്റെ മുന്നിലേക്ക് അവൻ പോകുന്നത് നിസ്സാരനായിട്ടാണ്. അതുവരെ അവൻ ധരിച്ച വസ്ത്രം അവൻ മാറ്റിവെക്കണം, കുളിച്ച് ശുദ്ധിയാകണം, ഗുഹ്യഭാഗങ്ങളിൽ നിന്നുള്ള രോമം നീക്കം ചെയ്യണം. എന്തിനാണെന്നോ, ശരീരത്തിൽ സുഗന്ധം പുരട്ടിയിട്ട് വേണം ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കാൻ. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരുള്ള ഒരു ഭൂമിയിലേക്കാണ് ചെന്നിറങ്ങാൻ പോകുന്നത്. അവിടെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ടു വരാവുന്ന വിയർപ്പിന്റെ ദുർഗന്ധം കൊണ്ട് പോലുമുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാൻ പാടില്ല എന്നാണ്. ആ മനുഷ്യൻ ഒരു വസ്ത്രം, ഒരു മുണ്ട് ഉടുത്ത് മറ്റൊരു മുണ്ട് പുതച്ചു. എന്താ ഈ 2 വസ്ത്രം? അള്ളാഹുവിന്റെ അതിഥിയായി യാത്ര ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിച്ചതുപോലെ തുന്നലില്ലാത്ത, കൂട്ടിച്ചേർക്കലുകളില്ലാത്ത ഒരു വസ്ത്രം ഉടുത്തു, മറ്റൊരു വസ്ത്രം പുതച്ചു. അള്ളാഹുവിന്റെ അതിഥിയാണ്. യഥാർത്ഥത്തിൽ ഈ മനുഷ്യനൊരു യാത്ര പിന്നീട് പോകും അള്ളാഹുവിന്റെ അടുക്കലേക്ക്. എല്ലാവരും പോകാനുള്ള ഒരു യാത്രയുണ്ട്, മരണം എന്ന് പറയുന്ന ഒരു യാത്ര. ആ യാത്രയിൽ അവൻ അനുവദിക്കപ്പെട്ടത് 3 വസ്ത്രമാണ്. ആ യാത്രയിൽ അവന് 3 വസ്ത്രം അനുവദിക്കപ്പെടുമ്പോ ഇപ്പോൾ പരിശുദ്ധ ഹജ്ജിന്റെ അല്ലെങ്കിൽ ഉംറയുടെ ഭാഗമായി ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ ആ 3 വസ്ത്രങ്ങളിൽ നിന്ന് ഒരു വസ്ത്രം അവൻ മാറ്റിവെച്ചു. പിന്നീടാകട്ടെ 2 വസ്ത്രം എടുത്തണിഞ്ഞു. അത് സ്വയം അണിയുകയാണ്. ബിസ്മി ചൊല്ലി നിയ്യത്ത് വെച്ച് എല്ലാ താല്പര്യങ്ങളും മാറ്റിവെച്ച് ഇനി അങ്ങോട്ട് ചുണ്ടുകളിൽ മന്ത്രിക്കാനുള്ളത് ഏത് ഭാഷ സംസാരിക്കുന്നവനും ഏത് വസ്ത്രം ധരിച്ചവനും ഏത് രാജ്യത്ത് നിന്ന് പുറപ്പെട്ടവനും പറയാനുള്ളത് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് മാത്രമാണ്. അവരുടെ ഭാഷകൾ ഒന്നായി തീർന്നു, അവരുടെ വസ്ത്രം ഒന്നായി തീർന്നു, അവരുടെ ശരീരങ്ങൾ ഒരുപോലെയാണ്. അഥവാ ഈ മനുഷ്യൻ അതോടുകൂടി ഇബ്രാഹിമാണ്. ഈ മനുഷ്യന്റെ ശരീരത്തിന്റെ വസ്ത്രധാരണം മാറിയതോടുകൂടി 4000 വർഷങ്ങൾക്കപ്പുറം ഇറാഖിൽ നിന്ന് പുറപ്പെട്ട് മരുഭൂമി കടന്ന് സ്വന്തം കുഞ്ഞിന്റെ കൈപിടിച്ച് നടന്നു വരുന്ന ഇബ്രാഹിം പ്രവാചകൻ അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് രൂപാന്തരം ചെയ്യപ്പെട്ടു എന്നതാണ് ചുരുക്കം. ഇനി സ്ത്രീകളോ, അവർക്ക് ഇഹ്റാമിന് പ്രത്യേക വേഷവിധാനങ്ങളില്ല. അവർ ധരിക്കുന്ന പൂർണ്ണമായ ഔറത്ത് പറയുന്ന ഏത് വസ്ത്രവും അവർക്ക് ഉപയോഗിക്കാം. ഒരു സ്ത്രീയെ അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും പരിഗണിച്ചിട്ടുള്ളത് ഹാജറയെ പോലെ ഇഹ്റാമിന്റെ വിശുദ്ധിയിലാണ് ജീവിതത്തിൽ ഉടനീളം. അവൾക്ക് പ്രത്യേകമായ ഒരു വസ്ത്രം നിർണയിക്കാത്തത് അതുകൊണ്ടാണ്. അവളുടെ പവിത്രത, അവളുടെ ആദരണീയത ഹാജറയെ പോലെയാണ്. അത്രയും വലിയ സ്ഥാനം ഒരു സ്ത്രീക്ക് നൽകുന്നു. അവളും ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു. അള്ളാഹുവിന്റെ അതിഥികളാണ്. അവിടെ ആണ് പെണ്ണ് പിന്നെ വ്യത്യാസങ്ങളില്ല. തൽബിയത്ത് ചൊല്ലി ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്. ഇനി അങ്ങോട്ട് കർമ്മങ്ങൾ ഓരോന്നും അവന് ചെയ്യാനുണ്ട്. തവാഫ് ചെയ്യണം,
തവാഫ് ചെയ്യുന്നതിന് മുൻപ് പരിശുദ്ധ കഅബാലയം കൺമുന്നിൽ ഇങ്ങനെ തെളിഞ്ഞ് കണ്ടാൽ അതോടുകൂടി ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന വർത്തമാനം നിർത്തുകയാണ്. പിന്നെ അവനത് ചെല്ലേണ്ടതില്ല. പിന്നെ അവന് പറയാനുള്ളത് അല്ലാഹുമ്മ റബ്ബി സിദ് ഹാദൽ ബൈത തശ്രീഫൻ വ തക്രീമൻ വ തഅലീമൻ വ ബിർറൻ വ മഹാബതൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. പടച്ചവനെ, ഈ ഒരു കഅബാലയം ഉണ്ടല്ലോ, ഞാൻ 7ാമത്തെ വയസ്സിൽ നമസ്കാരം ആരംഭിച്ചപ്പോൾ മുതൽ എൻ്റെ ഉള്ളിൽ കൊണ്ട് നടന്ന കഅബാലയമാണ്. ആ ഭവനത്തിന് നീ ഗാംഭീര്യം വർദ്ധിപ്പിച്ചു കൊടുക്കണം. ആ ഭവനത്തിന് നീ ആദരണീയത വർദ്ധിപ്പിച്ചു കൊടുക്കണം. ആ ഭവനത്തിലേക്കുള്ള ജനങ്ങളുടെ മനസ്സിനെ നീ അടുപ്പിച്ചു കൊടുക്കണം. പ്രാർത്ഥന കൊണ്ട് ആ പരിശുദ്ധ കഅബാലയത്തിന്റെ മുന്നിൽ നിന്ന് നിറഞ്ഞ കണ്ണുകളുമായിട്ട് അവൻ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുകയാണ്. പിന്നെയോ അതിഥി അവിടെ എത്തി എന്ന ഒരു സൂചന കൊടുക്കണം. അതിഥി എത്തിയെന്ന സൂചന, നമ്മളൊരു കല്യാണത്തിന് പോയാൽ നമ്മളെ ക്ഷണിച്ച മനുഷ്യന്റെ അടുക്കൽ ചെന്നിട്ട് നമ്മളൊന്ന് കൈ കൊടുത്ത് വർത്തമാനം പറയും, നമ്മുടെ സാന്നിധ്യം നമ്മൾ അറിയിക്കും എന്നതുപോലെ ആ മനുഷ്യൻ പരിശുദ്ധ കഅബാലയത്തിന്റെ സമീപം ഹജറുൽ അസ്വദിന്റെ അടുക്കലേക്ക് ചെല്ലുന്നു. ആ ഹജറുൽ അസ്വദിന്റെ മുമ്പിൽ വലത് കൈ ഉയർത്തിപ്പിടിച്ചിട്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് തക്ബീർ മുഴക്കിയിട്ടാണ് അവന്റെ തവാഫ് ആരംഭിക്കാനുള്ളത്. തവാഫ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കഅബാലയത്തെ ഇങ്ങനെ ചുറ്റലാണ്. ഇടത്തോട്ടാണ് ആ സഞ്ചാരം. വലത്തോട്ട് സഞ്ചരിക്കാൻ അനുവാദമില്ല. ഇടത്തോട്ട് സഞ്ചരിക്കുന്ന ഈ മനുഷ്യന്റെ ഇഹ്റാമിന്റെ വസ്ത്രധാരണത്തിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഒരു ചുമൽ ഭാഗം പുറത്ത് കാണിച്ച്, വലത്തെ ചുമൽ പുറത്ത് കാണിച്ചുകൊണ്ടാണ് അവൻ വസ്ത്രം മാറ്റിയിട്ടിട്ടുള്ളത്. എന്നിട്ട് ഇങ്ങനെ കറങ്ങും ഇടത്തോട്ട്. ആ കറക്കത്തിന്റെ സവിശേഷത ഇടതുഭാഗത്തേക്ക് മാത്രമേ ഈ പ്രപഞ്ചത്തിലെ ഓരോ കറക്കങ്ങളും അള്ളാഹു തീരുമാനിച്ചിട്ടുള്ളൂ എന്നതാണ്. മാതാവിന്റെ ഗർഭാശയത്തിൽ അണ്ടത്തിന് ചുറ്റും പുരുഷന്റെ ബീജം കറങ്ങിയത് ഇടത്തോട്ടായിരുന്നു. സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇടത്തോട്ടാണ്. സൂര്യന്റെ വിപരീത ദിശയിൽ നിന്ന് നോക്കിയാൽ പടർന്നു കയറുന്ന ഓരോ ചെടികളും പടർന്നു കയറിക്കൊണ്ടിരിക്കുന്നത് ഇടത്തോട്ടാണ്. ഒരു ന്യൂക്ലിയസിനെ വേർതിരിച്ചു കഴിഞ്ഞാൽ, തന്മാത്രകളെ വേർതിരിച്ചാൽ നാം കാണുന്ന ന്യൂട്രോണുകൾ, ഇലക്ട്രോണുകൾ, പ്രോട്ടോണുകൾ എന്നൊക്കെ പറയുന്ന പല പേരിലും പറയുന്ന സംഗതികളുണ്ട്. അതൊക്കെയും ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇടത്തോട്ടാണ്. ഈ പ്രപഞ്ചത്തിലെ ഓരോ കറക്കങ്ങളും അങ്ങനെയാണ്. അതിന്റെ ഭാഗമായി ഈ മനുഷ്യനും ഒരു കുറ്റിയിൽ ബന്ധിച്ച പശുക്കിടാവിനെ പോലെ പരിശുദ്ധ കഅബാലയത്തിന് ചുറ്റും ഇങ്ങനെ കറങ്ങുകയാണ്. അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ സ്വാതന്ത്ര്യമില്ല. അവന്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അവിടെ അള്ളാഹുവിന്റെ മുമ്പിൽ, അള്ളാഹുവെ, ഒരു കുറ്റിയിൽ ബന്ധിച്ച പശുക്കിടാവിനെ പോലെ നിനക്കു ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ സ്നേഹമാണ് എനിക്ക് വേണ്ടത്, നിന്റെ തൃപ്തിയാണ് എനിക്ക് വേണ്ടത്, നിന്റെ സ്വർഗമാണ് എനിക്ക് വേണ്ടത്. ഇതാണ് ഹാജിയുടെ ലക്ഷ്യം. എന്തിനാണ് ഈ മനുഷ്യൻ തൽബിയത്ത് മുഴക്കി ഇക്കണ്ട പരിശ്രമങ്ങളൊക്കെ ചെലവഴിച്ച് അവിടെ എത്തിയത് എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ സ്നേഹം, അള്ളാഹുവിന്റെ സ്വർഗം, അള്ളാഹുവിന്റെ തൃപ്തി. അതിനുവേണ്ടിയാണ് അവൻ ഹജ്ജ് നിർവഹിക്കുന്നത്, അതിനുവേണ്ടിയാണ് അവൻ ഉംറ നിർവഹിക്കുന്നത്, അതിനുവേണ്ടിയാണ് തവാഫ് നിർവഹിക്കുന്നത്. തവാഫ് കർമ്മം പൂർത്തീകരിക്കും 7 തവണ. അതിനൊക്കെ ചില വൈകാരികമായ തലങ്ങളുണ്ട്. എല്ലാ സംഗതികളും നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇസ്ലാം പഠിപ്പിക്കുന്ന ആരാധനാകർമ്മങ്ങളിൽ, അനുഷ്ഠാനങ്ങളിൽ കേവലം ബുദ്ധിയെ മാത്രം പരിഗണിച്ചുകൊണ്ടല്ല ഇതൊന്നും പഠിപ്പിച്ചത്. അവിടെയെല്ലാം ഒരു വൈകാരികതയ്ക്ക് സ്ഥാനമുണ്ട്. ആ വൈകാരികതയാണ് പരിശുദ്ധ കഅബാലയത്തിന്റെ ചുറ്റും നടക്കുന്ന ഈ മനുഷ്യനിൽ അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ട് അവൻ നിറച്ചു വെക്കുന്നത്. തവാഫ് പൂർത്തീകരിച്ചാൽ മഖാമു ഇബ്രാഹിമിൽ 2 റക്അത്ത് നമസ്കരിക്കണം. ലളിതമാണ് നമസ്കാരം. നന്നായി മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യാൻ അറിയുന്നവനായിരിക്കും. വിശുദ്ധ ഖുർആൻ പൂർണ്ണമായി മനഃപ്പാഠമുള്ളവനായിരിക്കും. പക്ഷേ മഖാമു ഇബ്രാഹിമിൽ നമസ്കരിക്കാൻ നിന്നാൽ 1ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന അധ്യായം പാരായണം ചെയ്യണം. 2ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് പാരായണം ചെയ്ത് സൂറത്തുൽ ബഖറയോ ആലി ഇമ്രാനോ നിസാ ഒന്നും വേണ്ട. എന്താ ഈ 2 ചെറിയ അധ്യായങ്ങൾ? നിങ്ങളിപ്പോൾ ആരാ? നിങ്ങളിപ്പോൾ നിങ്ങളുടെ നാടുകളിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഇബ്രാഹിമാണ്. നിങ്ങൾക്ക് ഈ മഖാമു ഇബ്രാഹിമിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നിന്ന സ്ഥലമാണത്. അവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് പ്രഖ്യാപിക്കാനുള്ളത് ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട മുഴുവൻ പ്രവാചകന്മാരും നടത്തിയ 2 പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനം പ്രവാചകന്മാർ നടത്തിയതിന്റെ വിപരീത ദിശയിൽ നിങ്ങൾ പ്രഖ്യാപിക്കണം. എങ്ങനെ?
പ്രവാചകന്മാർ നടത്തിയത് ആദ്യമായി നടത്തുന്നത് കുൽഹു അല്ലാഹു അഹദ്, അള്ളാഹു ഏകനാണ് എന്നാണ്. അല്ല ഉണ്ട് എന്നല്ല, അള്ളാഹു ഏകനാണ്. ഇതാണല്ലോ പ്രവാചകന്മാർ ആദ്യമായി നടത്തിയത്. അവസാനം നടത്തുന്നതോ, ഏറ്റവും അവസാനം പ്രവാചകന്മാർ പറയുന്ന വർത്തമാനം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നതാണ്. സത്യനിഷേധികളെ, നിങ്ങളോട് ഇതൊക്കെയും വ്യക്തമാക്കി തന്നില്ലേ? നിങ്ങൾക്കിതൊക്കെ ബോധ്യപ്പെടുത്തി തന്നില്ലേ? ഇനിയും നിങ്ങൾക്കിത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എങ്കിൽ ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്ക് എന്റെ ദീൻ. ഇതൊരു നയപ്രഖ്യാപനമാണ്. ഈ നയപ്രഖ്യാപനം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൊണ്ട് ആദ്യം നടത്തുന്നു. പ്രവാചകന്മാരുടെ അധ്യാപനത്തിന്റെ ആദ്യ ഭാഗം നമ്മളെ കൊണ്ട് രണ്ടാമതും നടത്തുന്നു. അഥവാ നമ്മളൊരു യോദ്ധാവായി, അള്ളാഹുവിന്റെ സൈന്യത്തിലെ അംഗമായി ചാർജ് എടുത്തു കഴിഞ്ഞു എന്നർത്ഥം. നമ്മൾ അള്ളാഹുവിന്റെ സൈന്യത്തിലെ അംഗമായി മാറിക്കഴിഞ്ഞു. അവിടെ നിന്ന് അവൻ നീങ്ങിയിട്ട് സംസം വെള്ളം കുടിക്കുന്നുണ്ട്. ആ സംസം വെള്ളം കുടിക്കുമ്പോൾ പോലും ആരാധനകളുമായി ഒരു ബന്ധവുമില്ലാത്ത പ്രാർത്ഥനയാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സംസം വെള്ളം കുടിക്കുന്ന സമയത്ത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്കൻ വാസിഅ വശിഫാഅ മിൻ കുല്ലി ദാ. എന്ത് ബന്ധമാണ് ആരാധനകളുമായി ആ പ്രാർത്ഥനക്കുള്ളത്? സംസം കുടിക്കുന്ന മനുഷ്യൻ ബിസ്മി ചൊല്ലി കഅബാലയത്തിലേക്ക് തിരിഞ്ഞ് 3 ഇറക്കുകളായി ഇരുന്നുകൊണ്ട്, അത് ഹറമിൽ മാത്രമല്ല എവിടെയും അങ്ങനെ തന്നെയാണ്. സംസം വെള്ളം കുടിക്കുമ്പോൾ പാലിക്കേണ്ട ഒരു മര്യാദയാണ്. എന്നിട്ട് പ്രാർത്ഥിക്കുന്നതോ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, പടച്ചവനെ പ്രയോജനകരമായ വിജ്ഞാനം നിന്നോട് ചോദിക്കുന്നു. വറിസ്കൻ വാസിഅ, വിശാലമായ ജീവിത വിഭവങ്ങൾ ചോദിക്കുന്നു. വശിഫാഅ മിൻ കുല്ലി ദാ, എല്ലാ അസുഖങ്ങളിൽ നിന്നുമുള്ള ശമനം നിന്നോട് ചോദിക്കുന്നു. എന്തെങ്കിലും ബന്ധമുണ്ടോ നമ്മൾ നിർവഹിച്ച തവാഫുമായിട്ട്? എന്തെങ്കിലും ബന്ധമുണ്ടോ നാം പ്രവേശിച്ച ഇഹ്റാമുമായിട്ട്? ഇഹ്റാമിൽ പ്രവേശിക്കലാണ്, അതും സാന്ദർഭികമായി മനസ്സിലാക്കി. ഇഹ്റാം കെട്ടുക എന്നൊക്കെയാണ് പലപ്പോഴും പറയുക. ഇഹ്റാം കെട്ടലല്ല, ഇഹ്റാമിലേക്ക് പ്രവേശിക്കലാണ്. അപ്പൊ അതുമായൊന്നും ഒരു ബന്ധവുമില്ലാത്ത ഒരു പ്രാർത്ഥന കൊണ്ട് സംസം കുടിച്ച് അള്ളാഹുവിന്റെ സൈന്യത്തിലെ ഒരു അംഗമായി സഫാ കുന്നിന്റെ സമീപത്തേക്ക് എത്തുകയാണ്. സഫാ മർവകൾക്കിടയിൽ അവൻ ഓടണം. സഫാ മർവകൾക്കിടയിൽ ഓടുന്നത് ഇപ്പോൾ ഇബ്രാഹിം ആയിരുന്നുവെങ്കിൽ ഇനി അവിടെ ഹാജറയാകണം. കേവലം ഹാജറ മാത്രമായാൽ പോരാ. ഹാജറ ഓടിയത് 2 കാരണങ്ങളാണ്. തന്റെ കുഞ്ഞ് കൈകാലിട്ടടിച്ച് കരയുന്നു, നാവ് തൊണ്ട നനക്കാൻ ഒരു തുള്ളി വെള്ളമില്ല. തന്റെ കുഞ്ഞെങ്ങാനും തന്റെ കൺമുന്നിൽ കിടന്ന് ഒരു തുള്ളി വെള്ളം കിട്ടാതെ മരണപ്പെട്ടാൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഹാജർ തന്റെ ഉമിനീര് പങ്കുവെച്ചു കൊടുത്തിരുന്നു. മുലപ്പാല് പറ്റിയപ്പോ ഉമിനീര് കൊടുത്തു, വായിലിട്ട് ഉണങ്ങിയ കാരക്ക ചവച്ചരച്ച് ആ തുപ്പുനീര് പങ്കുവെച്ചു കൊടുത്തു. അതുപോലും പറ്റിപ്പോയി. ഇനിയും എന്റെ കുഞ്ഞ് എന്റെ കൺമുന്നിൽ കിടന്ന് ഒരു തുള്ളി വെള്ളം കിട്ടാതെ പിടഞ്ഞു മരിച്ചാൽ അത് താങ്ങാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ടാണ് ഹാജറ ഓടിയത്. ആ ഓട്ടത്തിൽ ഹാജറയുടെ മുമ്പിൽ സഫയുടെയോ മർവയുടെയോ മറുഭാഗത്തു കൂടി കടന്നു പോകുന്ന കച്ചവടക്കാരുണ്ടോ എന്ന ഒരു പ്രതീക്ഷയുണ്ട്. അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത ഒരു പ്രതീക്ഷയുണ്ട്. അള്ളാഹുവിൽ ബലമേൽപ്പിച്ചുകൊണ്ടുള്ള ഓട്ടമാണ്. ഇവിടെ ഓടുന്ന ഈ മനുഷ്യനുണ്ടല്ലോ, അവൻ ഹാജർ മാത്രമല്ല, കൈകാലിട്ടടിച്ച ഇസ്മായിൽ കൂടിയാണ്. അവന്റെ ജീവിതം ഇസ്മായിലിൻ്റെത് കൂടിയാണ്. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഏങ്ങലടിച്ച് കരയുന്ന ഇസ്മായിലാണ്. അള്ളാഹുവിൽ ബലമേൽപ്പിക്കുന്ന ഹാജറയുടേതാണ്. അങ്ങനെ 7 തവണ അവൻ സഅയ് കർമ്മം പൂർത്തിയാക്കുന്നു. ഇതൊക്കെ ഹജ്ജിന്റെയും ഉംറയുടെയും ഒക്കെ ഘടകങ്ങളാണ്, ഭാഗങ്ങളാണ്. ഇനി ദുൽഹജ്ജ് 8-ന് മിനയിലെത്തുന്ന ഹാജിയുണ്ട്. മിനയിലെത്തുന്ന ഹാജി അവിടെ നിന്ന് ദുൽഹജ്ജ് 8, ദുൽഹജ്ജ് 9-ന് അറഫയിൽ. അതൊക്കെയും വ്യത്യസ്തമായ ആവിഷ്കാരങ്ങളാണ് യഥാർത്ഥത്തിൽ. നമ്മൾ ആലോചിച്ച് നോക്കുക. 1 മീറ്റർ സ്ക്വയർ മാത്രമാണ് ഒരു ഹാജിക്ക് അനുവദിക്കപ്പെട്ട സ്ഥലം. 1 മീറ്റർ സ്ക്വയർ. മിനയിലെ ടെന്റുകളിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, ലക്ഷക്കണക്കിന് ടെന്റുകൾ കാണുന്നുണ്ട്. പക്ഷെ ഒരു ടെന്റിൽ ഒരു ഹാജിക്ക് 1 മീറ്റർ സ്ക്വയർ. എന്തിനാണെന്നോ ആ 1 മീറ്റർ സ്ക്വയർ ഒരു ഖബർ കുഴിക്കുന്ന സ്ഥലമാണ്. അവിടെ കിടക്കുന്ന മനുഷ്യൻ അറിയണം, മരണാനന്തരം പോയി കിടക്കാനുള്ള ഖബറിന്റെ വലിപ്പം, ആ ഖബർ കുഴിക്കാനുള്ള ഇടം, അത്രയും വലിപ്പം മാത്രം അനുവദിക്കപ്പെട്ട നിലയിൽ മിനയിലെ ടെന്റിൽ അവൻ കഴിയുന്നു. അവൻ പിന്നീട് അറഫ മൈതാനിയിലേക്ക് പുറപ്പെടുന്നു. അറഫ എന്ന് പറയുന്നത് വിശാലമാണ്. അറഫയുടെ സന്ദേശം വേറെ തന്നെ പറയേണ്ടതാണ്. എല്ലാ പ്രവാചകന്മാരും ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്നാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അഥവാ അറഫ മൈതാനി 1,24,000-ലധികം പ്രവാചകന്മാരുടെ കാൽപാദം പതിഞ്ഞ മണ്ണാണ് എന്നർത്ഥം. ആ പ്രവാചകന്മാർ നിന്നിടത്ത്, ആ പ്രവാചകന്മാർ നിന്നതുപോലെ ഒരു പകല് മുഴുവനും അള്ളാഹുവിന്റെ അടിമകളെ, അള്ളാഹുവിന്റെ അതിഥികളെ അള്ളാഹു അവിടെ നിർത്തുന്നുണ്ട്. അവിടെ എന്താ ചെയ്യാനുള്ളത്? വെള്ളിയാഴ്ച ദിവസമാണെങ്കിൽ പോലും ജുമുഅ നമസ്കാരമില്ല. അവിടെയുള്ള മനുഷ്യന്
നമസ്കാരങ്ങൾ ജമ്മും കസറുമായിട്ട് അല്ലെങ്കിൽ കസറാക്കിയിട്ടേ നമസ്കാരമുള്ളൂ. 4 റക്അത്തുള്ള നമസ്കാരം 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. ദുൽഹജ്ജ് 9 അറഫ മൈതാനിയിൽ വെള്ളിയാഴ്ച ദിവസം ഒരുമിച്ച് കൂടിയിട്ടാവും ഞങ്ങൾക്ക് വളരെ പവിത്രമായ അറഫ മൈതാനിയിലെ ജുമാ കിട്ടി എന്ന് പറയാൻ ഒരാൾക്കും സാധ്യമല്ല. കാരണം അവിടെ ജുമാ നമസ്കാരം പോലും ഇല്ല, ഒന്നും ചെയ്യാനില്ല. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ മഹ്ശറയുടെ ഒരു പ്രതീകമാണ്. മഹ്ശറയിൽ അള്ളാഹുവാണ് നമ്മളെ വിചാരണ ചെയ്യുക, അറഫയിൽ നമ്മൾ തന്നെ നമ്മളെ വിചാരണ ചെയ്യണം. മഹ്ശറയിൽ പരിപൂർണ നഗ്നരാണ്, അറഫയിൽ നിൽക്കുമ്പോൾ 2 വസ്ത്രം ധരിച്ചിട്ടുണ്ട്, വേറെ വ്യത്യാസമൊന്നും അവിടെ ഇല്ല. അങ്ങനെ അറഫ മൈതാനിയിൽ നിൽക്കുന്നു. അവിടെ നിന്ന് വൈകുന്നേരം സൂര്യാസ്തമയത്തോടുകൂടി മുസ്ദലിഫയിലേക്ക് എത്തുന്നു. മുസ്ദലിഫയിൽ വന്നിട്ട് 70 ചരൽക്കല്ലുകൾ പെറുക്കി ശേഖരിച്ചു വെക്കുന്നു. ദുൽഹജ്ജ് 10 ഈ 70 ചരൽക്കല്ലുകളിൽ നിന്ന് 7 ചരൽക്കല്ലുകളുമായിട്ട് ജംറത്തുൽ കുബ്രയിലേക്ക് പോകുന്നു. 1ാമത്തെ ജംറയിൽ കല്ലെറിയുന്നു. 7 എണ്ണം മടങ്ങിപ്പോരുന്നു. മിനയിലേക്കാണ്. ആ മിനയിലെ ടെന്റിൽ വീണ്ടും 1 മീറ്റർ സ്ക്വയറിൽ 3 ദിവസം. ആ 3 ദിവസങ്ങളിൽ 21 ചരൽക്കല്ലുകളുമായിട്ട് വീണ്ടും പോകണം ജംറകളിലേക്ക്. ഓരോ ജംറകളിലും 3 വീതം, പ്രത്യേക ക്രമമുണ്ട് അതിന് എറിയാൻ. ഓരോ ജംറയിലും 7 വീതം കല്ലുകൾ എറിഞ്ഞ് 21 കല്ലുകൾ ഓരോ ദിവസവും 70 കല്ലുകൾ പൂർത്തീകരിക്കണം. അതോടുകൂടി അവന്റെ ഹജ്ജ് കർമ്മം പൂർത്തീകരിക്കപ്പെടുകയാണ്. തവാഫുൽ ബിദാ ഉണ്ട്, പല കർമ്മങ്ങളും അതിനുശേഷം കടന്നു. ഞാൻ സൂചിപ്പിച്ചു വന്നത് ഇങ്ങനെ ലളിതമായ ചില കർമ്മങ്ങളിലൂടെ സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു ഹജ്ജിൽ, ഒരു ഹാജിയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുതിയ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചെടുക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ സൈന്യത്തിലെ ഒരു അംഗത്തെ സൃഷ്ടിച്ചെടുക്കുന്നുണ്ട്. ആ യുദ്ധപ്രഖ്യാപനമാണ് ഈ കല്ലേറ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പിശാചിനെ കല്ലെറിഞ്ഞതുപോലെ എല്ലാ പൈശാചികതകൾക്കും എതിരിലുള്ള ഒരു യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ടാണ് ഹാജി മടങ്ങി വരുന്നത് എന്നർത്ഥം. ഇങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹം ഇതിന്റെ എല്ലാം ചരിത്രങ്ങളെ ഉൾക്കൊള്ളുമ്പോൾ ഉമ്മത്ത് മുഹമ്മദ് എന്നതുപോലെ മില്ലത്തെ ഇബ്രാഹിമിന്റെ പൂർണ്ണതയാണ് നാം. മില്ലത്തെ ഇബ്രാഹിം എന്ന് പറയുന്നത് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്ന ഖലീലുള്ള, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഖുല്ലത്തിന്റെ ഒരു സ്നേഹമുണ്ട്. ഏറ്റവും വലിയ സ്നേഹമാണത്. അള്ളാഹു സ്നേഹിക്കുകയും അള്ളാഹുവിനെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു തലമുണ്ട്. ആ തലത്തിലേക്ക് എത്തിച്ചേരുന്നവനാണ് യഥാർത്ഥത്തിൽ ഉമ്മത്ത് മുഹമ്മദ്, മില്ലത്ത് ഇബ്രാഹിം എന്ന് പറയുന്നത്. ഒരുപാട് ദൗത്യങ്ങൾ നിർവഹിക്കാനുള്ളവർക്കാണ് ആ തലത്തിലേക്ക് എത്താൻ കഴിയുക. ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുള്ളവർക്കാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദാംശങ്ങൾ മറ്റൊരു സാഹചര്യത്തിൽ സഹോദരങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഹജ്ജിന്റെ ഭാഗമായി അള്ളാഹുവിന്റെ പരിശുദ്ധ ഹറം സന്ദർശിക്കുവാൻ തൽബിയത്ത് മുഴക്കി, തക്ബീർ മുഴക്കി, തഹ്മീദ് മുഴക്കി അള്ളാഹുവിന്റെ പ്രവാചകന്മാർ നടന്ന ചരിത്ര ഭൂമികളിലൂടെ കടന്നുപോകാൻ ഭാഗ്യം സിദ്ധിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.